കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഇടിച്ചമ്മന്തി. ഇപ്പം നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: ഒരു കപ്പ് തേങ്ങ ചിരകിയത്, കുറച്ച് ചെറിയ ഉള്ളി, 2-3 കാന്താരി മുളക്. ഇത് നല്ലതായിട്ട് പഴുത്തതാണ്, അത് കുഴപ്പമില്ല. കാന്താരി മുളക്, പിഴുപുളി, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ നമുക്ക് കടുക് വറക്കണം, അതിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് അരച്ചിട്ട് വരാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം, ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, ചതച്ചെടുത്താൽ മതി. ചതച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം. ദോശയുടെയും ഇഡ്ഡലിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കൂട്ടാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചമ്മന്തി ചട്നിയൊന്നും ആർക്കും ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനൊരു റെസിപ്പി ഉണ്ടാക്കി നോക്കുന്നത് നല്ലതായിരിക്കും. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു നുള്ളി കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. അത് നന്നായി പൊട്ടിയ ശേഷം കറിവേപ്പില, വറ്റൽമുളക് സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കുന്നത് നല്ലതാണ്. കേടുകൂടാതെ എത്ര സമയം വേണമെങ്കിലും ഇരിക്കും. സാധാരണ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വരും. പക്ഷെ അങ്ങനെ കേട് വരുത്തൊന്നുമില്ല. ഇടിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ ഇടിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല രുചിയാണ്. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ വിജയിപ്പിക്കണം. നന്ദി.